ഹോസ്പിറ്റൽ ബാഗ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം. ഈ ഒരു ലിസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ ഇതൊരു ലിസ്റ്റ് ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാഗ്, ട്രോളി ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം. ഈ ലിസ്റ്റ് അനുസരിച്ച് ഞാൻ ഓരോ സാധനങ്ങളും ഇതിലെടുത്ത് വെക്കുന്നതാണ്. ഇത് പെട്ടി ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ പെട്ടിയാണ്. അപ്പം ഈ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ ഞാൻ ഇതിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് ഡ്രൈ ഷീറ്റാണ്. അതായത് ഞാനിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഷീറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. യൂറിനോ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു ഷീറ്റ്, അതിൽ 2 എണ്ണം മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. 2 എണ്ണം, ഒന്ന് ഒരു പിങ്ക്, പിന്നെ ഈ ഒരു കളറും. നല്ല ക്യൂട്ടല്ലേ? അപ്പോൾ ഇത് രണ്ടും ആണ് ഫസ്റ്റ് വെക്കുന്നത്. ഇങ്ങനത്തെ ഒരു കവറിൽ, ഒരു സിപ്ലോ കവറിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കവറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് വെക്കാം. പിന്നെ ഡയപ്പറാണ്, ടാപ്പിഡ് ഡയപ്പറാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കുട്ടികളെ വേഗം നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. അതുകൊണ്ട് ഒരു ഡയപ്പർ. കുറച്ച് സാധനങ്ങൾ മാത്രമേ കരുതുന്നുള്ളൂ. ഇതാണ് നമ്മൾ വാങ്ങിയത്. ബ്ലൂ ടൈപ്പ് ക്യാരി ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. നെസ്റ്റ് ബാഗ് ഞാൻ തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ മദീന മോളിൽ പോയിട്ടാണ് വാങ്ങിയത് കേട്ടോ. ഇങ്ങനെ ഒരു ക്യാരി ബാഗ്. ബേബീനെ ഇങ്ങനെ കിടത്തി ഇതിലിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇത് ഒന്ന് മാത്രമേ ഇപ്പോൾ കരുതുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഇതൊന്ന്, ഇത് ഇങ്ങനത്തെ ഒരു ഷീറ്റിൽ കവറിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു നെസ്റ്റ് ബാഗ്, പിന്നെ വൈറ്റ് ക്ലോത്ത്സ്. അത് നമ്മൾ വൈറ്റ് ക്ലോത്ത്സ് ഒക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് അലക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് അലക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഉണ്ട്, ബേബി ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ. അത് വാങ്ങി അതിൽ നന്നായിട്ട് അലക്കിയതിന് ശേഷം നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി അയൺ ചെയ്ത് വെച്ച കുറച്ച് വൈറ്റ് ക്ലോത്ത്സ്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് വൈറ്റ് ക്ലോത്ത്സ് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അടുത്തത്. അതും ഇതുപോലെ ഒരു കവറിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ മിക്സ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോരോ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് എടുക്കാൻ സുഖമായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് വൈറ്റ് ക്ലോത്ത്സ് വെച്ചു. ഇനി റിസീവിങ് ടവലാണ്. കുട്ടീനെ നമുക്ക് കയ്യിൽ തരുമ്പോൾ നമുക്ക് ഒരു വാങ്ങാൻ വേണ്ടിയിട്ടൊരു ടർക്കിയാണ്. ടർക്കി പോലെയല്ല ഞാൻ കാണിച്ചത്. നമുക്ക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ടവല്. അപ്പം അതിലിങ്ങനെ പൊതിഞ്ഞിട്ട് തരും. അപ്പം ഇങ്ങനത്തെ ഒരു ടവല് കരുതിയിട്ടുണ്ട്. അതൊരു 3 എണ്ണം ഞാൻ കരുതിയിട്ടുണ്ട്. നമ്മൾ ഡിസ്ചാർജായി വരുമ്പോഴും കുട്ടീനെ ഒന്ന് കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 3 എണ്ണം ഞാൻ കരുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് കാണിച്ചാൽ കളറ്. 1 2 3. ഇതും നമുക്ക് കവറിൻ്റെ ഉള്ളിലിടാം. ബേബീനെ നമുക്ക് ഫസ്റ്റ് കാണിക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു
എന്താ പറയുക റിസീവിങ് ടവലിലായിരിക്കും തരിക, അത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വാട്ടർ വൈപ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നല്ല തുണിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും. വാട്ടർ വൈപ്സ് ഞാൻ കുറച്ചൊന്നും വാങ്ങിയിട്ടുണ്ട്. വാട്ടർ വൈപ്സ് ആണ്. ഇതിൽ വേറെ കണ്ടൻറ്റ് അങ്ങനത്തെ 99% വാട്ടറിനൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇത്ര എണ്ണം. ഇനി അത് കൂടുതൽ വേണമെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അത് യൂസ്ഫുള്ളായിരിക്കും. അത് വെക്കണം. ദെൻ ഇനി കുട്ടി നമ്മൾ ബേബി പുറത്ത് വരുമ്പോൾ ചിലപ്പം ഭയങ്കര തണുപ്പൊക്കെ അവർക്ക് ഫീൽ ചെയ്യുമായിരിക്കും. കാരണം നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു ടെമ്പറേച്ചറിലല്ലേ ഇരിക്കുന്നത്. അപ്പം പുറത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ AC അങ്ങനത്തെ ഉള്ള അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ബേബിക്ക് കംഫർട്ട് ആവാതിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജംപ് സൂട്ട് നല്ലതാണ്. ജംപ് സൂട്ട് 2 എണ്ണം മാത്രമേ കരുതിയിട്ടുള്ളൂ. ഇരക്കാൻ കാണിച്ചു തരാം. മീൻസ് ഇങ്ങനെ ഒരു ജംപ് സൂട്ട് 1 2. നല്ല ക്യൂട്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. കൈയും കാലും ഒക്കെ കവറായിരിക്കും. പിന്നെ കാല് കവർ ചെയ്യാത്ത അങ്ങനത്തെ ടൈപ്പും വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഓപ്ഷൻ പോലെ വാങ്ങാവുന്നതാണ്. അത് നമ്മളിതാ ഫോൾഡ് ചെയ്ത് അതും കൂടെ വെക്കാം. നല്ല ഇതിൽ ഐ ലവ് ഡാഡ്, ഐ ലവ് മമ്മ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായി തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു ഇതന്നെ വാങ്ങിയത് ഞങ്ങൾ. അങ്ങനെ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് വെക്കാം. 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മാക്സിമം പോയാൽ കുറച്ച് ദിവസം നിൽക്കുള്ളൂ. അത്ര കൂടുതൽ സാധനമൊന്നും നമ്മൾ കരുതണ്ട. ഞാൻ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണത്. പിന്നെ നമ്മൾ അടുത്ത നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കുട്ടിക്ക് ഇതൊക്കെ എഴുതി ഒതുക്കി വെച്ച കുറച്ച് കുട്ടിക്ക് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ലെങ്കോട്ടീസ് ലൈക്ക് ഇങ്ങനത്തെ കുറച്ചെണ്ണമാണ്. ഞാനത് കുറച്ചധികം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ചധികം ഇങ്ങനെ വാഷ് ചെയ്ത് നല്ല അയൺ ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു കവറിൽ ഇട്ട് വെച്ചാൽ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് 24 പീസസ് വരുന്ന ഒരു ഇതാണ്. ഇങ്ങനെ കിട്ടുന്ന ലെങ്കോട്ടീസ്. അപ്പോൾ ഇത് നെക്സ്റ്റ് നമുക്കൊരു ട്രാൻസ്പാരൻറ്റ് കവറിലാക്കിയിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ കുറേ ഡൗട്ട്സ് ഉണ്ട്. എന്നാലും നമുക്കറിയുന്ന പോലെയൊക്കെ അങ്ങ് വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സോക്സ്, നിറ്റൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കാരണം ചിലപ്പോൾ തണുപ്പ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സോക്സസ്, ക്യാപ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ടർക്കി കേട്ടോ, അത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് കവർ ചെയ്ത് കൊണ്ടുപോയി. നെക്സ്റ്റ് ഓർഡർ ചെയ്തത് ഒരു റാഷ് ക്രീമാണ്. ഇൻ കേസ് അങ്ങനെ കുറേ നേരം നമ്മൾ ഡയപ്പറൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് റാഷസ് പോലെയൊക്കെ കാണാറുണ്ട്. ഹിമാലയയുടെ ഒരു ഡയപ്പർ റാഷ് ക്രീമാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് ഓപ്ഷനാണെങ്കിൽ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും കരുതാൻ എന്താണ് സംഭവിക്കാമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതെന്തായാലും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ടർക്കി ടവലാണ് കാണിച്ചതാണ്. അത് കുറച്ചുകൂടെ കുട്ടിക്ക് വേണം എന്നൊക്കെ പറയണമെങ്കിൽ ഇതാ നല്ലൊരു ടവൽ, ഒരു ടർക്കി ടവൽ നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിങ്ങനെ ടൈ ചെയ്യുന്ന പോപ്പീസിൻ്റെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. എൻ്റെ അനിയന്മാർ കൊടുത്തു വിട്ടതാണ്. അത് കുഞ്ഞു ഇതിലൊരു 1 2 3 4 5 6 പീസസ് വരുന്ന
കുറച്ച് ഫ്രണ്ടിൽ കെട്ടുള്ള കുഞ്ഞു കുഞ്ഞു കെട്ടുടുപ്പുകളാണ് കേട്ടോ കാണിച്ചു തരാതെ. ഹലോ, ക്യൂട്ടായിട്ടില്ലേ? ഇങ്ങനത്തെ ഒരു പല കളറിലുള്ളത് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാണ് അടുത്ത ഐറ്റം. ഇതും നമ്മൾ കയ്യിൽ കരുതുക. ഇൻ കേസ് കുറേ ഉടുപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പല കളേഴ്സുള്ളതാണ് പോപ്പീസിൻ്റെ. കണ്ടില്ലേ, പല പല കെട്ടുകളുള്ള കുഞ്ഞി സംഭവം. പിന്നെ ഞാനൊരു കോട്ടക്കിൻ്റെ ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. ഞാൻ ഓപ്ഷനായിട്ട് വെക്കുന്നതാണ്. ചിലപ്പോൾ ഇവിടെ ആവശ്യം ഉണ്ടാവില്ല, ചില ഹോസ്പിറ്റലുകളിൽ ചോദിക്കാറുണ്ട്. കാരണം കുട്ടികൾ കൂടി വീണതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാറുള്ളൂ. അപ്പം ഇതിന് ചുമ്മാ കയ്യിൽ കരുതുന്നുള്ളൂ. ഇതും ഓപ്ഷനിലാണ് കേട്ടോ, ഞാൻ കരുതുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, ഇത് നമ്മൾ എക്സ്ട്രാ ഒന്ന് കരുതി വെക്കുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് ഒന്ന് അലക്കി നമ്മൾ അയൺ ചെയ്ത് നല്ല വൃത്തിയിൽ അതും കൂടെ നമുക്ക് വെക്കാം. ഇത്രയൊക്കെയാണ് ബേബീൻ്റെ സാധനങ്ങൾ. ഇത്രയൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. ഇനി ഇതിൽ തന്നെ എൻ്റെ സെക്ഷനായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് അതും കൂടെ പാക്ക് ചെയ്യാം. ഇത്രയൊക്കെ സംഭവങ്ങൾ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേബീൻ്റെ കൂടുതലായിട്ട് നമ്മൾ കുറേ ഒന്നും എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് നമ്മൾ 2-3 ദിവസം കരുതി പോകാമെന്നുള്ളൂ. എന്നാലും നമ്മൾ എക്സ്ട്രാ കയ്യിൽ വെക്കാം. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിൽ വെക്കുന്നതാണുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മദറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് എനിക്കുള്ള കുറച്ച് ഐറ്റംസാണ്. അത് ഞാനിപ്പോൾ കവറിലാക്കിയിട്ടില്ല, എനിക്ക് അങ്ങനെ തന്നെ ഞാൻ വെച്ച് കാണിച്ചു തരാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ്? കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ലിമിറ്റഡ് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നമ്മൾ വാരി വലിച്ച് കുറേ സാധനങ്ങൾ വാങ്ങി അങ്ങനെ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ 3 days ഒക്കെ നിൽക്കുന്നതിന് കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം ഫസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് എനിക്ക് കുറച്ച് ഡ്രസ്സ്, ഒരു 3 ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അത് ഫീഡിങ് ടൈപ്പാണ്. ഒരു ടോപ്പ് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇടാനുള്ളത്, പിന്നെ അവിടെ ഇടാനുള്ള 2 നൈറ്റിയും. ഞാനിപ്പോൾ ഒരു മെറ്റേണിറ്റി വെയർ ഡ്രസ്സാണ്, അത് ഒരു 3 കരുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ വിളിച്ചപ്പോൾ കേട്ടതൊക്കെ മോസ്റ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഡ്രസ്സ് ഒരു ഗൗണായിരിക്കും തരിക. അപ്പോൾ ഔട്ട്സൈഡ് ഡ്രസ്സ് അലൗഡ് അല്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഡ്രസ്സൊന്നും കരുതിയിട്ട് കാര്യമില്ല. അങ്ങനെ അല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എന്തായാലും അത് കരുതേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വെക്കാം. പിന്നെ 2 ബാത്ത് ടവൽ, കുളിസീൻ, അങ്ങനെ കുളിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒരു പാഡ്സാണ്, മെറ്റേണിറ്റി പാഡ് ഞാൻ നോക്കി ഹോസ്പിറ്റലിൽ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളത് ക്യാരി ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ഡേയ്സ് എന്തായാലും നല്ല ബ്ലീഡിങ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് മെറ്റേണിറ്റി പാഡ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാലും ഞാനൊരു എക്സ്ട്രാ ഒരു പാഡ് കുറച്ച് കയ്യിൽ വെക്കുന്നുണ്ട്. ബാക്കി ഹോസ്പിറ്റലിൽ തന്നെ വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് അങ്ങനെ ഡ്രസ്സായി, ബാത്ത് ടവൽ, പാഡ്, ക്രീംസാണ്. ഒരു മോയ്സ്ചറൈസിങ് ക്രീം, അത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം. പിന്നെ ഒരു ബോഡി ലോഷൻ, പിന്നെ ഒരു ഷവർ ജെല്ല്. ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചതാട്ടോ. നേരത്തെ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ഓഫർ സെയിൽ നടന്നായിരുന്നു, അപ്പം കുറച്ച് ഞങ്ങൾ വാങ്ങി വെച്ചതാണ്. ഇത് ഒരു ഷവർ ജെല്ല്, ഒരു ഷാമ്പു, പിന്നെ ഒരു ഹാൻഡ് വാഷ്. നമുക്ക് കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാനും ഒക്കെ വേണ്ടി വരും. കാരണം നമ്മൾ ബേബീസിനെ അവിടെയും ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ട് നമ്മൾ പിടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഹാൻഡ് വാഷ്, ജോൺസൺസിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഹാൻഡ് വാഷ് ഉണ്ട്, അത്. പിന്നെ എന്താ റോളർ, നമുക്ക്
നല്ലതാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇത് ഞാൻ വെക്കുകയാണ്. നെക്സ്റ്റ് നമ്മളതിൽ കൊടുത്തത് സോക്സ്, സ്ലിപ്പേഴ്സ് ഞാൻ അതിലേക്ക് ഇപ്പോൾ വെക്കണില്ല. സ്ലിപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ലിപ്പേഴ്സ് ഇനി അല്ലാത്ത യൂസ് ചെയ്യാത്ത അങ്ങനത്തെ എന്തെങ്കിലും നോർമലി അവിടെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു സോക്സിൻ്റെ പെയർ ഞാൻ എടുത്തിട്ടുണ്ട്, സോക്സ് പെയർ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ അവിടെ കിട്ടും. ബ്ലാങ്കറ്റ് ഞാനൊന്ന് കരുതണം വിചാരിക്കുന്നത്. ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് എനിക്ക് ചൂടുവെള്ളമൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു ഫ്ലാസ്ക് വെക്കുന്നുണ്ട്. ഒരു ഫ്ലാസ്ക്, ഒരു കെറ്റിൽ, ഇൻ കേസ് എനിക്ക് ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു കെറ്റിൽ. പിന്നെ എൻ്റെ കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മേക്കപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആവണം. ഇതൊക്കെ നടക്കുമെന്നറിയില്ല. എന്നാലും ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും കുറച്ചൊന്ന് ഒരുങ്ങി എൻ്റെ ലിപ് ബാം, അതേപോലെ തന്നെ ലിപ് ബാം അത് മെയിനായിട്ട് കരുതിക്കുക. ചിലപ്പോൾ ചുണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ കുറച്ച് ഐറ്റംസൊക്കെ ഹെയർ ബെന്ന് നിങ്ങൾ കരുതിക്കോളൂ. കാരണം നമുക്ക് 2 ഭാഗത്തും മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെക്കേണ്ടൊക്കെ ആവശ്യമുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു 4-5 എടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. എന്തായാലും ഇത് കരുതാം. ഹെയർ ബെന്ന് എന്തായാലും നല്ലതാണ്. അത് പിന്നൊരു മിറർ. ഇനി കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നൊക്കെ നോക്കി കാണാമല്ലോ. പിന്നെ ഏതോ ഒരു ഹെയർ ഓയിലാണ്. ഇൻ കേസ് നമ്മൾ തലയൊക്കെ വാഷ് ചെയ്തൊന്ന് കുളിച്ച് നനച്ച് വരണമെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പവർ ബാങ്ക്, ചാർജർ ഓൾറെഡി എടുക്കുന്നുണ്ട്. ചാർജർ, ഫോണ്, പിന്നെ അതേപോലെ തന്നെ ഒരു പവർ ബാങ്ക് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ബ്രഷ്, പേസ്റ്റ് കരുതാം. ദെൻ ഞാനൊരു ചെറിയ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഓർണമെൻറ്റ്സ് കഴിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് സേഫായിട്ട് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വാരി വലിച്ചിടും. നമ്മൾ ഡെലിവറി ടൈം എല്ലാ ഓർണമെൻറ്റ്സ് ഇടാണ്ട് എടുക്കുക, പോകുന്നതിന് മുന്നേ ഊരി വെക്കുക. ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാഗും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റേണിറ്റി പാൻറ്റീസും മെറ്റേണിറ്റി ബ്രാസും ഞാനിതാ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടെ എടുത്ത് വെക്കാം. അങ്ങനെ കോമ്പുണ്ട് കേട്ടോ. ആ കോമ്പും കൂടെ അതിലെടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ അവിടേക്ക് വീണുപോയി. അതും കൂടെ എടുത്ത് വെച്ചാൽ ബാക്കിയെല്ലാം. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അയൺ ടാബ്ലറ്റ്സ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും കണ്ടിന്യൂ കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ കയ്യിൽ കരുതാം. പിന്നെന്താ, വേറെന്താ, ഇത്രയൊക്കെ സാധനങ്ങൾ, ഇത്രയൊക്കെ ഞാൻ കരുതുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും ഇനി കരുതുന്ന ഐറ്റംസേ ഉള്ളൂ. പിന്നെ ബേബി ഓയിൽ, അത് ഞാൻ കോട്ടക്കലിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എന്തെങ്കിലും കുളിപ്പിക്കുക അങ്ങനത്തെ വൈപ്പ് ചെയ്തെടുക്കാറേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഓപ്ഷണലായിട്ട് ഞാൻ വാങ്ങി വെച്ചതാണ് ബേബി ഓയിൽ. പിന്നെ അതേപോലെ തന്നെ ബഡ്സ്, നെയിൽ കട്ടറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത്. അതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് തോന്നുന്നത്. അതൊക്കെ നമുക്ക് തിരിച്ച് ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ഇനി ബേബി ഓയിൽ കയ്യിൽ വെക്കാം, എന്തായാലും വാങ്ങിയത്. പിന്നെ ഇയർബഡ്സ്, ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മളിന്ന് പാക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ മതി. പിന്നെ നമ്മൾ 2 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നു വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബേബിക്കും എനിക്കുള്ള സാധനങ്ങൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ പാക്ക് ചെയ്തിട്ട്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ കൂടുതലുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. പിന്നെ ഈ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഞാനൊരു ഇതായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ മറന്നു പോകും. ഇനി കുറച്ച് ദിവസം കൂടി വരും. അപ്പം ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് സെറ്റായി കഴിഞ്ഞാൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നത്.
പിന്നെ ഇനി കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ദുബായിൽ അൽഖിസീസിലെ ആസ്ട്രോ ഹോസ്പിറ്റലിലാണ് ഡെലിവറി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അവിടേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മളെ എൻ്റേതും ഹസ്ബൻഡിൻ്റെ എമിറേറ്റ്സ് ഐ ഡി, പാസ്പോർട്ടിൻ്റെ കോപ്പി, അതേപോലെ മാരേജ് സർട്ടിഫിക്കറ്റ്, മോഫ് അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. അത് നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഒരു ഫയലിലാക്കിയിട്ട് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ട് അഡ്മിഷന് മുന്നേ നമ്മൾ എടുക്കേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ടേക്ക് കെയർ. ബൈ.